ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഹൗ ടു ബാലൻസ് വർക്ക് ആൻഡ് ഹോം. നമുക്ക് നമ്മുടെ ജോലിയും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും എങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും. നമ്മുടെ വീടും ജോലിയും ഒക്കെ എങ്ങനെ ബാലൻസ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കാം, ചിലർക്ക് ട്രാവലിംഗ് ആയിരിക്കാം ഇഷ്ടം. അതുപോലെ തന്നെ എല്ലാം എങ്ങനെ ട്രാവലും ഓഫീസ് ജോലിയും വീട്ടിലെ ജോലികളും എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഒന്നാമതായി നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ, രണ്ടാമത് കുടുംബജീവിതത്തിലെ ബന്ധങ്ങളിലൂടെ. നാം ചെയ്യുന്ന ജോലികൾ പാഷനേറ്റായി ചെയ്യുകയാണെങ്കിൽ അതിൽ താനെ വരുമാനം ഉണ്ടാവും, കുടുംബവും മെച്ചപ്പെട്ടതാകുന്നു. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. ആ സമയത്ത് വേറെ ഒരു ആക്ടിവിറ്റിയിലും ഇൻവോൾവ് ആവാതിരിക്കുക. ഒരു അരമണിക്കൂറാണ് നമ്മൾ ഫാമിലിക്കൊപ്പം കൊടുക്കുന്നതെങ്കിൽ ആ സമയം കുടുംബത്തോടൊപ്പം മാത്രം ചെലവഴിക്കുക. അതിനിടയ്ക്ക് ഫോൺ നോക്കാനോ വേറെന്തെങ്കിലും കാര്യത്തിനോ പോകാതിരിക്കുക. മീ ടൈം ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരിക്കുക. നമ്മുടെ മാത്രം കുറച്ച് സമയം ചെലവഴിക്കുക. ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്തുക. ഒരുപാട് ദൂരമൊക്കെ പോകണം എന്നില്ല, അടുത്തായാലും ഒരു ട്രിപ്പൊക്കെ പോകുക. കുട്ടികളുമായി കുറച്ച് സമയം ചെലവഴിക്കുക. ഇതിനൊക്കെ നാം സമയം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമാണ്. വീട് ഓർഗനൈസ്ഡ് ആക്കാനും ഓഫീസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും എല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകാം. നമുക്ക് ബാലൻസ് ചെയ്തു പോകാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അത് കറക്റ്റായി മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഓരോന്നും ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ കുറച്ചുകൂടി നല്ലതിലേക്ക് കയറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ലൈഫും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. നാം ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി ചെയ്യുക. ടൈമും അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. ക്ലാരിറ്റി ഉള്ള ഗോൾസ് മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു ഗോൾ ചെയ്താലും അതിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. നാം വർക്കിംഗ് ടൈമിൽ ഓഫീസ് വർക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. റിലാക്സ് ചെയ്യാനുള്ള സമയം നാം എപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ ഏതൊരു ഗോളും മുന്നോട്ട് വെച്ചാലും അതിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടായിരിക്കണം. എന്നെങ്കിലേ നമുക്ക് മുന്നോട്ട് പോയി വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. എന്തെങ്കിലും മെസ്സേജസ് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.